മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ നമുക്ക് ദേശീയ വാർത്തകൾ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിന്റെ ഭാഗമാകുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം, അതായത് കേരള രാഷ്ട്രീയം പാലക്കാട് ചർച്ച ചെയ്യുമ്പോൾ ദേശീയ രാഷ്ട്രീയം മഹാരാഷ്ട്ര, അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇത്രമേൽ മാറിമറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോഴും കൗതുകകരമാണ് മത്സരങ്ങൾ. ഒരുപക്ഷെ ഈ സഖ്യങ്ങൾ, മഹായുതി സഖ്യമാകട്ടെ, വികാസ് സഖ്യമാകട്ടെ, ഇതൊക്കെ പൊളിയുമോ? പല രാഷ്ട്രീയ സമവാക്യങ്ങളും മാറുമോ? അത് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ. ഒരുമിച്ച് മത്സരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്നത് പാഠമാണല്ലോ എന്ന് മഹാരാഷ്ട്രയിലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ചോദിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടെടുപ്പിന് ശേഷവും എന്തും സംഭവിക്കാം എന്നതാണ് വസ്തുത. എന്തായാലും മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. ജാർഖണ്ഡിൽ പക്ഷേ 2ാം ഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. 38 നിയമസഭാ സീറ്റുകളിലേക്കാണ് സച്ചിൻ ടെണ്ടുൽക്കർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള അടക്കമുള്ളവരുടെ പ്രചാരണം സച്ചിൻ ടെണ്ടുൽക്കറും മാധ്യമങ്ങൾക്ക് മുന്നിൽ. മഹാരാഷ്ട്രയിൽ ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും നില അപകടത്തിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ്. ശരത് പവാർ ആണെങ്കിലും ഷിൻഡെ ആണെങ്കിലും സുപ്രിയ സുലെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ഒപ്പം സച്ചിൻ ടെണ്ടുൽക്കറും വോട്ട് രേഖപ്പെടുത്തി. ഒരുപക്ഷെ സച്ചിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. അദ്ദേഹം എന്തായാലും ചെറിയ വാക്കുകൾ, 1-2 വാചകങ്ങളിലൊക്കെ ഒതുങ്ങുന്ന പ്രതികരണം നൽകാനാണ് സാധ്യത. അതിനുവേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രിയ സുലെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. NCPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ്. പക്ഷേ NCPയെ പിളർത്താൻ സാധിച്ചു BJPക്ക് എന്നതാണ്. അങ്ങനെ അജിത് പവാർ വിഭാഗവും സച്ചിൻ ടെണ്ടുൽക്കറും മാധ്യമങ്ങൾക്ക് മുന്നിൽ